All right. Start ചെയ്യാം. So നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെന്റൻസ് എന്താണെന്ന് നോക്കാമല്ലോ. ഇത് റെക്കോർഡ് ക്ലാസ്സാ? Yeah, this class is being recorded. This class is being recorded. Okay. So let's start now. We have very limited time. ആ ടൈമിനുള്ളിൽ നമുക്ക് പല കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. So let's start this now. Everybody ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ ഒന്നാമത്തെ സെന്റൻസ് നിങ്ങൾ പറയണം. We are starting from here. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. All right. ഒന്നാമത്തെ സെന്റൻസ് പറയാൻ റെഡി ആയിക്കൊള്ളുക. ഇതാണ് ഒന്നാമത്തെ സെന്റൻസ്. പറയണേ. ഇതാണ് ഇന്ന് ഒന്നാമത്തെ സെന്റൻസ്. കിട്ടിയവർ പറഞ്ഞു. ഒന്നൂടെ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു വൺസ് അഗെയിൻ. കിട്ടിയവർ പറഞ്ഞു, കുഴപ്പമില്ല. ഹാൻഡ് റൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. യു ക്യാൻ ജസ്റ്റ് ടെൽ മീ ദ ആൻസർ. താൻവി, എന്താ കിട്ടിയത്? താൻവിക്ക് എന്താ? ആ, ഗ്രാൻഡ് മദർ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. ധ്രുവ് ധ്രുവ് സ്ലീപ്സ് വിത്ത് ഹിസ് ഗ്രാൻഡ് മാ. ധ്രുവ് സ്ലീപ്സ് വിത്ത് ഹിസ് ഗ്രാൻഡ് മാ. അത് എവിടുന്ന് കിട്ടുന്നറിയാലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ധ്രുവ് ഇവിടുന്ന് വന്നിട്ട് സ്ലീപ്സിൽ വരിക. സ്ലീപ്സ്. പിന്നെ ആരുടെ കൂടെയാണെന്ന് കാണിക്കാൻ വേണ്ടി വിത്ത് വേണം. ആരുടെയാണ്? അവൻ്റെയാണ്. ആരാണ്? ഗ്രാൻഡ്മയാണ്. കിട്ടിയല്ലോ? എവരിബഡി ഒന്ന് എഴുതിക്കേ. നോട്ട്ബുക്കിലേക്ക് എഴുതിക്കേ. നോട്ട്ബുക്കിലേക്ക് എഴുതിക്കേ. ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുത്ത് അയക്കണം. എല്ലാവരും ഫോട്ടോ എടുത്ത് അയക്കണം. സോ പ്ലീസ് റൈറ്റ് ഡൗൺ. ധ്രുവ് സ്ലീപ്സ് വിത്ത് ഹിസ് grandmother, grandma. Fine. I hope everybody wrote it. Naveen, എഴുതിയോ? Naveen, did you write? Yes. All right. So we are moving to the next one. Dhruvindedu കഴിഞ്ഞു. So let's go to another one. Let's take Abel now. Okay, here is Abel. Abel, I'm going to show you one thing from with Abel. Where is Abel? One second. Abel, നീ ഏബൽ എന്താ ചെയ്യുന്ന നോക്കാമല്ലോ. ഏബൽ, ഓക്കെ, പറയണേ. ഇതാണ് പറയേണ്ടത്. ഏബൽ ഡാഷ് ഡാഷ് ഡാഷ്. പറയാൻ പറ്റുന്നൊരു കൈപൊക്കിക്കോ. ഏബൽ ഡാഷ് ഡാഷ് ഡാഷ്. ഓക്കെ, ഫേബ ഈസ് റെഡി ടു ഗിവ് ദ ആൻസർ. ഫേബ പറഞ്ഞു, വാട്ട് ഇസ് യുവർ ആൻസർ? സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ അതൊന്ന് ചെറുതാക്കിയേ. സ്ക്രീൻ ഒന്ന് ചെറുതാക്കി, 2 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചെറുതാക്കിക്കേ. കാണുന്നില്ലേ? ഏറ്റവും അടിയിലത്തെ ആണോ കാണാത്തത്? ഒന്നും കാണുന്നില്ല. ഒന്ന് ലീവ് ചെയ്തിട്ട്, ക്ലാസ് ലീവ് ചെയ്തിട്ട് തിരിച്ച് കയറി വന്നാൽ മതി. ക്ലാസ് ലീവ് ചെയ്തിട്ട് ഒന്ന് തിരിച്ച് കയറി വന്നാൽ മതി. ഞാനപ്പം ഐ ലാസ്ക് ധ്വനി. ധ്വനി പറഞ്ഞു. ധ്വനി, എന്താണ് ആൻസർ? ഏബൽ ബിഫോർ സ്കൂൾ. യെസ്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഏബല് ഭക്ഷണം കഴിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, ഫേബ തിരിച്ചു വന്നോ? ഫേബ ഇപ്പൊ കാണുന്നുണ്ടോ? ഫേബ, ക്യാൻ യു സീ നൗ? കാണാമല്ലോ അല്ലേ? റൈറ്റ്. ഓക്കെ, അടുത്ത ആളോട് ചോദിക്കാൻ പോവാണേ. സോ ഗെറ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി ആവുക.
So next one, we are starting with this Feba again. Let me just start with Feba. How will it look like? Feba, okay, starting from Feba. Feba, okay, Feba ആണ് ഒന്ന്. Feba ഉണ്ട്. പിന്നെ Abel ഉണ്ട്. Okay. Then fine. ഇവിടെ ഒരു പ്ലേ ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ആഫ്റ്റർ ഉണ്ട്. അതിനുശേഷം ഇവിടുന്ന് പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ വരും. ഇത് പറയാൻ പറ്റുന്നവർ പറഞ്ഞു. ഫേബ ആദ്യമുണ്ട്, രണ്ടാമത് ഏബൽ ഉണ്ട്, പിന്നെ അതിനുശേഷം പ്ലേ എന്നൊരു വാക്കുണ്ട്, അതിനുശേഷം ആഫ്റ്റർ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ഒരു വാക്ക്, ഒന്ന് രണ്ട് വാക്കുകൾ മിസ്സാണ്. അതെല്ലാം മിസ്സിങ് വാക്കെല്ലാം പറഞ്ഞിട്ട് ആർക്കാ പറയുന്നത്? ആൽബിനോ പറഞ്ഞോ, ആൽബിനോ. Feba and Abel play after school. ആഫ്റ്റർ സ്കൂൾ. അവിടെ പ്ലേ ആണോ പ്ലേസ് ആണോ? Plays. പ്ലേസ് അല്ല, രണ്ടുപേരുണ്ട് ഉള്ളതുകൊണ്ട് ഒന്നിൽ ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എസ് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ആരും മറന്നു പോലെ, ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എസ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ പറയാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറേ ഗുണമുണ്ടാവും. ധ്രുവ് പ്ലേസ് പറയണം. ധ്രുവ് ഒരാളെ ഉള്ളെങ്കിൽ പ്ലേസ്, എസ് വേണേ. അതേസമയത്ത് ധ്രുവ് ആൻഡ് ഏബൽ ആണെങ്കിൽ പ്ലേ ആണ്, പ്ലേസ് വരില്ല. അതെല്ലായിടത്തും സെയിം ആയിരിക്കുമേ, ഒരു മാറ്റമില്ല. അത് നിങ്ങൾ മാറ്റരുത്. ഓക്കെ, സോ ആ സെൻറ്റൻസും ശരിയായിരുന്നു. എല്ലാവരും എഴുതിയോ? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. നോക്കാമല്ലോ, നമുക്ക് ശരിക്കും നോക്കാം. ലെറ്റ്സ് സീ, നിങ്ങൾ അങ്ങനെ എത്ര പേര് കൃത്യമായിട്ട് പറയാൻ നോക്കട്ടെ. കണ്ടോണേ. രണ്ടുപേരുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെയാണ്, കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? ഐ തിങ്ക് യു കനോട്ട് സീ ദാറ്റ്. ഇതാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആരോ മാർക്ക് കാണിക്കാം. ആരോ മാർക്ക് കാണിക്കുമ്പം ഇത് രണ്ടുപേര്, എന്നിട്ട് ഇത് പറയണം. മുകളിലുള്ളത് ധ്രുവിൻ്റെ അച്ഛനും അമ്മയാണ്. അവിടെ ഹെൽപ്പാണ് കൊടുത്തേക്കുന്നത്. ഹെൽപ്പാണോ ഹെൽപ്സ് ആണോ എന്ന് ആദ്യം തീരുമാനിക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫാദറും മദറും ആണ്. ആർക്കാ പറയാൻ പറ്റുന്നത്? മിത്രയാണോ പറയാൻ പോകുന്നത്? മിത്ര, ആർ യു റെഡി? മിത്ര, ആർ യു റെഡി ഫോർ ദ ആൻസർ? Yes. ഓക്കെ, എന്നാ ട്രൈ ചെയ്തു. Mother and father help their through. ഹെൽപ്പ് ദെയർ ധ്രുവ് എന്നാണോ പറയേണ്ടത്? ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയേ. അമ്മയ്ക്കും അച്ഛനും ധ്രുവ് ആരാണ്? മകനല്ലേ, മകൻ, സൺ അല്ലേ? അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കിയേ. ചെറുതായിട്ട് മാറ്റിയാൽ മതി. ഓക്കെ ആയിരുന്നു. ആ, സൺ ആക്കി നോക്കി. ധ്രുവ് എന്നുള്ള പേര് മാറ്റിയിട്ട് സൺ ആക്കി. Mother and ഫാദർ father ആ help their ആ son. സൺ കണ്ടോ? നേരത്തെ നമ്മൾ ധ്രുവ് എന്ന് പറഞ്ഞു, ഇപ്പം അവിടെ സണ്ണായി. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ. ധ്രുവ്സ് ഫാദർ ആൻഡ് മദർ, അല്ലെങ്കിൽ ധ്രുവ്സ് പാരൻസ് ലവ് ദെയർ സൺ, അങ്ങനെയും പറയാം. ഓക്കെ, നമുക്ക് ഇന്ന് അടുത്ത് നോക്കാവേ. എല്ലാവരും പെട്ടെന്ന് ഫാസ്റ്റ് ആയിക്കോ കേട്ടോ. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എഴുതിക്കോ. ഓൾറൈറ്റ്, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അടുത്ത് നോക്കാൻ പോവാണേ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ലെറ്റ് മീ സീ ഹൗ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, സോ എന്നാ അടുത്ത് പറയാൻ റെഡി ആയിക്കോ.
ഇത് ലേശം വലുതാണ്. യാ, കാണട്ടെ, ഇതാരാ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറഞ്ഞോ, ആർക്കാ പറയാൻ പറ്റുന്നേ? ഒന്നാമത്തെ പോയിന്റ് ഇവിടെയാണ്, രണ്ടാമത്തെ പോയിന്റ് ഇവിടെയാണ്, മൂന്നാമത്തെ പോയിന്റ് ഇവിടെയാണ്, 4 ഇവിടെയാണ്, 5 ഇവിടെയാണ്, 6 ഇവിടെയാണ്, 7 ഇവിടെയാണ്. 7 വാക്ക് വരും. പറയാൻ പറ്റുന്നവരാരാ? മിത്ര കൈവക്കിയിട്ടുണ്ട്. ധ്വനി റെഡി ആയിട്ടുണ്ട്. ധ്വനിയുടെ ഉത്തരവ് ഞാൻ നോക്കട്ടെ. ധ്വനിക്ക് ഒരു ചാൻസ് കൊടുക്കാൻ പോവാണ്. ധ്വനി പറഞ്ഞു. Dhruv ഉം, plays ഉം, with ഉം, ഉം, Abel ഉം, and Faber ഉം, at ഉം. 10 o'clock. 10 ഫൈൻ, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടിയോ? ഞാനത് പാർത്ഥിവിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കട്ടെ. പാർത്ഥിവ് ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്ലീസ് ട്രൈ ദിസ് വൺ. Dhruv plays ഉം, with ഉം. Abel and Faber ആ, are അറ്റ് എത്ര മണിക്കാന്നുള്ള സമയം അറ്റ് 10 ആ 10 ആ 10 o'clock. ആ 10 പാസ്റ്റ് 10 എന്നും പറയാറുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിക്കാം. ഇപ്പം നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. 10 എന്ന് പറയാം. 10 മണി കഴിഞ്ഞു, ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 10 ഈസി ആയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? എഴുതുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ഇത് കണ്ടുപിടിക്കുക എന്നുള്ള കഴിവാണ് കേട്ടോ. ആ കഴിവ് ഡെവലപ്പ് ചെയ്യുക. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഐ ഹോപ്പ് യു ആർ ഓൾ ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, നമുക്ക് അടുത്തത് പറഞ്ഞു നോക്കാം. അടുത്തതൊന്ന് പറഞ്ഞു നോക്കാം. സോ ഗെറ്റ് റെഡി, എല്ലാവരും റെഡിയാകുക. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏബിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വൺ സെക്കൻഡ്. അത് വേണ്ട. ഒരു വാക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഐ വിൽ ഗിവ് യു അനദർ വൺ. നമുക്ക് ഏബിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പറയണേ, ആദ്യം പറയാം. എല്ലാവരും പറയണേ, ട്രൈ ചെയ്യണേ. ഇതാണ്. എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിയേ. പോയിന്റ് നോക്കുക. 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ, 2 ഇവിടേക്ക് വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെയാണ് ഉള്ളത്, പിന്നെ ഉള്ളത് ഇവിടെയാണുള്ളത്. 1 2 3 4 5 വേർഡ്സേ ഉള്ളൂ. സോ ആരാണ്? നവീൻ പറഞ്ഞു. നവീനെ എന്ന് പറഞ്ഞേ. Abel plays ഉം. with his dog. ഏബൽ പ്ലേസ് വിത്ത് ഹിസ് ഡോഗ്. കറക്റ്റ് ആണ്. ഏബൽ പ്ലേസ് വിത്ത് ഹിസ് ഡോഗ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏബൽ പ്ലേസ് എന്നല്ലേ പറഞ്ഞത്? ഞാൻ അതേ സെൻറ്റൻസിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് 2 പേരെ ആക്കാൻ പോവാണേ. സോ ലുക്ക് അറ്റ് ദിസ്. നോക്കിക്കോണേ, എല്ലാവരും നോക്കുക. ഷോ യു. നോക്കുക. ഓക്കെ, സോറി,
എൻ്റെ ടാബ് ചെറിയൊരു കേട് വന്നുകൊണ്ട് അത് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ലേശം സ്ലോ ആയിട്ടോ. സോ ഐ എം സോറി അബൌട്ട് ദാറ്റ്. എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഏബൽ രണ്ടാമത്തെ പോയിന്റ് ഇത്, ഒന്നാമത്തെ പോയിന്റ് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇത്. ഓക്കെ 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 പറയണം. പറഞ്ഞു, കിട്ടുന്നവർ പറഞ്ഞു. തെറ്റിക്കാൻ പാടില്ല. Able and through ഉം, give live ഉം, in ഉം. school. ഓക്കെ, സ്കൂളിലാരും താമസിക്കാറില്ല. എന്നാലും എന്തോ കാരണം കൊണ്ട് ഏബലും നമ്മുടെ ധ്രുവും സ്കൂളിലാണ് താമസിക്കുന്നത്. ചിലപ്പം ബോർഡിംഗ് സ്കൂളിലായിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ബോർഡിംഗ് സ്കൂൾ ഉണ്ടല്ലോ, അവിടെ താമസിച്ച് പഠിക്കുന്ന സ്കൂളുകളുണ്ടല്ലോ. സോ ഏബൽ ആൻഡ് ധ്രുവ് ലിവ് ഇൻ സ്കൂൾ. ഓക്കെ, റൈറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏബലും ധ്രുവും വന്നപ്പം ലിവ് ആയി, ഏബൽ മാത്രമേ ഉള്ളെങ്കിൽ ലിവ്സ് ആണ്. അത് മാറിപ്പോയല്ലോ കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം നമുക്ക് ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുവാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് വൺ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്തുനിന്ന് ഒരു 5 വാക്കുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുന്നവർ പെട്ടെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുക്കിലേക്ക് എഴുതിയിട്ട് പറ. നിങ്ങളുടെ വാക്ക് ശരിയാവുമോ നോക്കാമല്ലോ. പറഞ്ഞാൽ മതി. ആരാ റെഡിയാകുന്നേ? കൈ പൊക്കിക്കോ. 5 വാക്ക് വേണം, 5 വേർഡ്സ് ഉണ്ടാകണം. അത് പറയാൻ പറ്റുന്നവർ കൈപൊക്കിക്കോ. റെഡിയാകാൻ നിങ്ങൾക്ക് സമയമുണ്ട്. യു ഹാവ് 1 മിനിറ്റ്. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ആകാനുള്ള സമയമുണ്ട്. സ്വന്തം ഉണ്ടാക്കണം, ഞാൻ കാണിച്ചു തരത്തില്ല. അഞ്ച് വാക്കുണ്ടായാൽ മതി. 5 വാക്ക്, എനി 5 വേർഡ്സ് കൊണ്ട് സെൻറ്റൻസ് സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യാൻ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് പഠിക്കുന്നത്. 5 വാക്ക് കിട്ടാത്തൊരു കുഴപ്പമില്ല, 3 വാക്ക് കിട്ടിയാലും കുഴപ്പമില്ല. 3 വേർഡ്സ്. യാ, ഏബൽ ആൻഡ് ധ്വനി ആർ റെഡി. റിയോൺ ഈസ് ഓൾസോ റെഡി. ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത്, ലെറ്റ് മീ ആസ്ക് റിയോൺ, റിനീഷ്, എന്താ സെൻറ്റൻസ് കിട്ടിയേക്കുന്നത്? റിയോൺ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. റിയോൺ പറഞ്ഞോ. Feba ആ sleeps ഉം. at home. ഫേബ സ്ലീപ്സ് അറ്റ് ഹോം. കറക്റ്റ് ആണ്. ഫേബ സ്ലീപ്സ് അറ്റ് ഹോം ശരിയല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഫേബ സ്ലീപ്സ് അറ്റ് ഹോം കറക്റ്റ് ആണ്. ഫേബ, വെർ ഇസ് ഫേബ? ഫേബ സ്ലീപ്സ്, അവിടുന്ന് വന്നിട്ട് അറ്റ് എടുത്തു, അറ്റ് ഹോം എടുത്തു അല്ലേ? ഇവിടെ ഇപ്പം ഹോം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്കിവിടെ ഹോം ഇല്ല, കാണുന്നില്ല. ഓക്കെ, സ്കൂളാക്കിയേക്കാം, കുഴപ്പമില്ല. സ്ലീപ്സ് അറ്റ് സ്കൂൾ, കുഴപ്പമില്ല. പാർത്ഥിവ് എന്താ കിട്ടിയേക്കുന്നത്? പാർത്ഥിവൻ എന്താ കിട്ടിയേ? Dhruv and Abel ഉം. reading his book. ധ്രുവ് ആൻഡ് ഏബൽ രണ്ടുപേര് വന്നുകൊണ്ട് നമുക്ക് 6 നമുക്ക് വേണം. 6 പിന്നെ റീഡില്ലേ, റീഡിൻ്റെ വന്നിട്ട് റീഡ് എന്ത് ചെയ്യേ? വേർ ഇസ് റീഡ്? റീഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. റീഡ് എടുത്തിട്ട് പിന്നെ നമുക്ക് ING വേണം കേട്ടോ. റീഡിങ് ആരുടെ ബുക്കാണ്? അവരുടെ ബുക്കല്ലേ, ദെയർ ബുക്ക്. ബുക്ക് എവിടെയുള്ളത്? ബുക്ക് ഐ തിങ്ക് ഇവിടെ എവിടെയോ ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബുക്ക് എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഫർഗോട്ട് വേർ ഇറ്റ് ഈസ്. ഓക്കെ, എവിടെയാണ് ബുക്ക്? ബുക്ക് മസ്റ്റ് ബി സംവെയർ ഹിയർ. ഇവിടെ ബുക്കില്ലെന്ന് തോന്നുന്നു അല്ലേ? ബുക്കില്ല, നോ പ്രോബ്ലം. ഇല്ലാത്തൊരു വാക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ വലിയ സെൻറ്റൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? സോ എന്താണ്? ഏബൽ ആൻഡ് ധ്രുവ് ആർ റീഡിങ് ദെയർ ബുക്ക്. ഓക്കെ, ബുക്ക് എന്നുള്ള വാക്ക് ഇവിടെ ഇല്ലെന്ന് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഫൈൻ. അപ്പം ഇനി അടുത്ത ആളാരാ പറയുന്നേ? ഒന്നുകൂടെ പറഞ്ഞേ. ഹു ഈസ് ഗോയിങ് ടു ഗീവ് ദ നെക്സ്റ്റ് വൺ? ഓക്കെ, കുറേ പേര് കൈ പൊക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ പോകുന്നത്, ലെറ്റ് മീ ആസ്ക്
ലെറ്റ് മീ ആസ്ക് ഹൂം ഷാൽ ഐ ആസ്ക്? ഏബൽ എന്ന് പറഞ്ഞേ, ഏബലാണോ ഇപ്പോൾ പറഞ്ഞത്? ഏബൽ പറഞ്ഞോ? Feba ഉം. reads ആ. with her brother. ഫേബ എന്തോ? ഫേബ Feba ഉം. reads ഉം. with her brother. റീഡ്സ് വിത്ത് ഹെറിലേക്ക് പോയി അല്ലേ? ഹെർ ബ്രദർ. ബ്രദർ ഇവിടെ പോയി. യാ ഫേബ. ഇവിടെ ബ്രദർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഓൾറെഡി ഉണ്ട് ഇവിടെ, പക്ഷേ ബ്രദർ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ബ്രദർ ഇവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ, ഗുഡ് വൺ, നന്നായിരുന്നു. ഫേബ റീഡ്സ് വിത്ത് ഹെർ. ഫേബ റീഡ് എന്നാണോ പറഞ്ഞത്, റീഡ്സ് എന്നാണോ പറഞ്ഞേ? Reads. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരു കാര്യം ഒരു കുട്ടിയോട് പറയുമ്പോൾ അത് ബാക്കി എല്ലാവർക്കും ശ്രദ്ധിക്കണം കേട്ടോ. അത് എന്നോടല്ല, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കില്ലേ. ഫേബ നോക്കി, അത് പോകുന്ന പോക്ക് നോക്കി. ഫേബ അവിടുന്ന് പോയിട്ട് നോക്ക്, ഫേബ എന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, നേരെ വന്നിട്ട് റീഡ്സ് വിത്ത് ഹെർ ബ്രദർ വന്നു അല്ലേ? വെരി ഗുഡ്. നാളെ നമ്മൾ കുറച്ചും കൂടെ ലോങ് സെന്റൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ഇനി ഒരാളോട് പറഞ്ഞേ, സംബഡി എൽസ്, ഒരാളോട് പറഞ്ഞേ. ആരാ പറയാൻ പോന്നേ? ഐ വിൽ ഗീവ് എ ചാൻസ് ഫോർ. പറഞ്ഞോ, ആരാ അത്? Navi. ഓക്കെ, നവീൻ പറഞ്ഞോ. Abel ഉം. plays ആ with ആ his ആ cousins. വിത്ത് ഹിസ് എവിടെ? ഹിസ് എവിടെ? ഏബൽ ആയതുകൊണ്ടാണ് ഹിസ് വന്നത് കേട്ടോ, അറിയാലോ എല്ലാവർക്കും അല്ലേ? ഏബൽ ആൺകുട്ടി ആയതുകൊണ്ട് ഹിസും, ഫേബയാണെങ്കിൽ ഹെറും വരും, അറിയാലോ അല്ലേ? ഹിസ് കസിൻസ് ആണോ ഉദ്ദേശിച്ചത്? കസിൻസ്. യാ ഗുഡ്. ഒന്ന് വായിച്ചു നോക്കിയേ. അയ്യോ, ഇവിടെ ഭയങ്കര അമ്പും വില്ലും ആണല്ലോ, ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ, അമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആരായിരുന്നു? ദ ലാസ്റ്റ് വൺ വാസ് നവീൻ അല്ലേ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. ഇനി ആരാ പറയുന്നത്? ധ്വനിക്ക് ഒന്നുകൂടെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ധ്വനി പറഞ്ഞോ. ധ്വനി പറഞ്ഞു. Feba's help. ഫേബ. Feba's helps ആ their ആ mother and father. ഫേബ മാത്രമാണോ ഹെൽപ്പ് ചെയ്യുന്നേ? ഫേബയെ കുറിച്ച് മാത്രമല്ലേ പറയാം നമ്മൾ. അപ്പം ഫേബ ഹെൽപ്പ് വേണോ ഹെൽപ്സ് വേണോ? ഫേബ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഹെൽപ്സ് വേണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ ഉള്ളെങ്കിൽ എസ് വരും, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എസ് വരില്ല കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞേ, ധ്വനി ഒന്നുകൂടെ പറഞ്ഞേ. ഫേബ ഹെൽപ്സ് ആരെയെ ഹെൽപ്പ് ചെയ്യുന്നേ? Feba's ഫേബാസ് അല്ല, ഫേബാസ് അല്ല, ഫേബ Feba ആ helps ഹെൽപ്സ് their ദേർ mother മദറാ and ആൻഡ് father. ഫാദർ. ഓക്കെ, അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട് ധ്വനി, എന്താണെന്നറിയോ? ഫേബ എത്ര പേരുണ്ട് ഇവിടെ? എത്ര ഫേബയുണ്ട് ഇവിടെ? ഒരാളല്ലേ ഉള്ളൂ അല്ലേ? അങ്ങനെ വരുമ്പോൾ ധ്വനി ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഫേബ ഹെൽപ്സ് ശരിയാണ്, ദേർ അല്ല, അവരുടെ അല്ല, അവളുടെയാണ്, അവളൊരാളല്ലേ ഉള്ളൂ. അപ്പം ഹെർ മദർ ആൻഡ് ഫാദർ, അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ദേറിന്റെ ആവശ്യമില്ല. ദേർ എപ്പോഴാണ് വരുന്നറിയോ? ധ്വനി ശ്രദ്ധിക്കണേ. ദേർ വരുന്ന എപ്പോഴാണെന്നറിയോ? രണ്ടു പേരോ അതിൽ കൂടുതലോ ആൾക്കാർ ഉള്ളപ്പോഴാണ്. അത് ഞാൻ ഉദാഹരണം പറയാം, നല്ല ഉദാഹരണം ഞാൻ പറയാം, നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. ഫേബ ആൻഡ് ഏബൽ, ഇവിടെ നമുക്ക് ഹെൽപ്പ് മതി, ഹെൽപ്സ് അല്ല, ഹെൽപ്പ് ആരുടെ? അവരുടെ ഫാദർ ആൻഡ് മദർ. അത് കറക്റ്റാണ് ധ്വനി. ധ്വനിയോട് മാത്രം എല്ലാവരോടും ഞാൻ പറയുവാണേ, ഇവിടെ രണ്ടുപേര് വരുമ്പം ദേറും, ഒരാളുള്ളെങ്കിൽ ഹിസ് എന്നും അല്ലെങ്കിൽ ഹെർ എന്നോ പറയണം. ഇത് എല്ലാവർക്കും മനസ്സിലായോ? ഇത് ഡിഫറൻസ് മനസ്സിലായോ? എങ്കിൽ ഞാൻ ആൽബിനോട് ചോദിക്കട്ടെ. ആൽബിനോ ഒന്ന് പറഞ്ഞേ. ആൽബിനോക്ക് എന്താ കിട്ടിയത് പറഞ്ഞു? Dhruv ആ reads ധ്രുവ്. with ആ reads with his mother. ധ്രുവ് റീഡ് ആണോ റീഡ്സ് ആണോ? Reads. റീഡ്സ്. ഇത് ഒരാൾ ഉള്ളതുകൊണ്ട് എസ് വേണം. ആരുടെ കൂട്ടത്തിലാണ്? വിത്ത്, അമ്മയുടെ കൂട്ടത്തിലാണ്. വിത്ത് ആരുടെ മദറാണ്? അവൻ്റെ അല്ലേ? His. വിത്ത് ഹിസ് മദർ. കറക്റ്റ് ആണ്. എല്ലാവരും പഠിച്ചല്ലോ. നമ്മുടെ ഈ പരിപാടി നല്ല സൂപ്പർ പരിപാടിയല്ലേ? ഇത് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആൽബിനോ? ഇത് നല്ല പരിപാടിയല്ലേ? Yes. വെരി ഗുഡ്. നിങ്ങൾ കാരണം ഞാൻ കണ്ടുപിടിച്ചിട്ട് പരിപാടിയാണ് കേട്ടോ, നിങ്ങൾ കാരണം. സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ എന്താണ് ഫേബ, ഏബൽ,
നമ്മുടെ ഇന്ന് ഒരാളെ കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ധ്രുവനെ കാണുന്നില്ലല്ലോ, ധ്രുവനില്ലെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഉറപ്പമായിരിക്കും മിക്കവാറും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള നിങ്ങളുടെ ലെവലിലുള്ള ഏറ്റവും നല്ല വഴിയാണിത്. അപ്പം നമ്മൾ ഇനി പല ദിവസങ്ങളിലും ഇത് തന്നെ നമ്മൾ പഠിച്ച് 3 വാക്കുകൾ, 5 വാക്കുകൾ, 10 വാക്കുകൾ വരെയൊക്കെ നമ്മൾ എത്തും. 10 വാക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ ടു ദ ഫ്രഷേഴ്സ് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ, ഹയർ ലെവൽ ക്ലാസ്സിലേക്ക് ഞാൻ പോകാം. പറയാം. ഫേബയ്ക്ക് പറയാനുണ്ടോ? ഇനിയുണ്ടോ? Yes. പറഞ്ഞോ, പ്ലീസ് ടെൽ മീ. Feba helps her grandmother. ഫേബ ഹെൽപ്സ് ഹെർ ഗ്രാൻഡ് മദർ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഹെൽപ്സ് വരാൻ കാരണം അറിയാലോ? ഫേബയ്ക്ക് അറിയത്തില്ലേ എന്തുകൊണ്ട് ഹെൽപ്സ് അല്ല ഹെൽപ്സ് വരാൻ കാരണം ഫേബ ഒരാളാണ്. ഒരാൾ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും എസ് വരണം കേട്ടോ. അതേസമയത്ത് ഫേബ ആൻഡ് ധ്രുവ് എന്ന് പറഞ്ഞാൽ അവിടെ ഹെൽപ്സ് വരില്ല, ഹെൽപ്പായിരിക്കും വരിക. ഇനി ആരാ പറയാൻ ബാക്കിയുള്ളത്? പാർത്ഥിവ് ഒന്നുകൂടെ പറയണമെന്ന് തോന്നുന്നല്ലേ? പറഞ്ഞോ പാർത്ഥിവ്, പറഞ്ഞോ. പാർത്ഥിവ് പറഞ്ഞോ. പാർത്ഥിവിനെ കാണുന്നില്ലല്ലോ, അവിടെ പോയി. പറഞ്ഞോ. ഫെബ ഫേബ സാറെ കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. കുറച്ച് കാണുന്നുണ്ട്. ഒന്ന് ചെറുതാക്കി നോക്കി, രണ്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെറുതാക്കിയേ. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ. ഫേബ ആൻഡ് ഏബൽ വാക്കിംഗ്. വാക്ക് അയക്കാം, നമുക്ക് വാക്ക് എടുക്കാം. വാക്ക് എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടോ വാക്ക്? ഇവിടെ വാക്കില്ലല്ലോ. വാക്കില്ല. വേറൊന്നും പറയാവോ? ഇവിടെ വാക്ക് എന്നുള്ള വാക്കില്ല. റീഡ് ഉണ്ട്. റിവൈസ് ചെയ്യുക. നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്യാറില്ലേ? റിവൈസ് വേണേൽ പറയാൻ പറ്റും. റിവൈസ്, നമ്മൾ അന്ന് സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്നതിനാണ് നമ്മൾ റിവൈസ് എന്ന് പറയുന്നത്. ഫേബ ആൻഡ് ഏബൽ റിവൈസ്. എന്താ റിവൈസ് ചെയ്യുന്നത്? അവരുടെ ലെസൺസ് അല്ലേ, അവരുടെ പാഠങ്ങൾ അല്ലേ? അവരുടെ ഹോംവർക്ക് പറയാം, ദെയർ ഹോംവർക്ക്. ഓക്കെ, ദെയർ ഹോംവർക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫൈൻ, അങ്ങനെയും പറയാം. വെരി ഗുഡ്. ഇനി ആർക്കാ പറയാനുള്ളത്? ഏബൽ ഒന്നുകൂടെ പറയണോ? ഏബൽ, യു വോണ്ട് ടു സേ സംതിങ്? വൺ മോർ. ഓക്കെ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലേ? സോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സമയം 30 മിനിറ്റ് സമയം കഴിഞ്ഞു. നമുക്ക് നാളെ കുറച്ചുകൂടെ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം, ചുമ്മാ സംശയമായിട്ട് ഒരിക്കലും ക്ലാസ്സിൽ നിന്ന് പോകരുത്. സംശയം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് നോക്കൂ. പ്ലീസ് ആസ്ക് മീ വാട്ട് എവർ ക്വസ്റ്റ്യൻസ് യു ഹാവ് അബൌട്ട് ദിസ് ക്ലാസ്, അബൌട്ട് ദ സെൻറ്റൻസസ് വി ഹാവ് മെയ്ഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓൾ റൈറ്റ്. ഇല്ലെങ്കിൽ ഓക്കെ, ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ക്ലാസ്. സോ ബൈ, സീ യു ടുമോറോ. Thank you, sir. Bye, Parthiv. Thank you, Bye, sir. everybody. Bye, Mitra, Thank you, everybody. sir. Yeah, bye. Thank you, sir. See you. Bye. See you tomorrow. Thank you, sir. Bye. See you tomorrow.